സോ എനിവേ അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്സിലറി വേർബ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലേ? ഓക്സിലറി വേർബിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ഡൂഡസിന്റെ യൂസേജ് ആണ്. ഡൂഡസിനകത്ത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് നോക്കുന്നത് കേട്ടോ. നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു സംഗതി ശ്രദ്ധിക്കുക. ഏതൊരു സെന്റൻസിലെയും സ്ട്രക്ചർ എന്ന് പറയുന്നത് എസ് പ്ലസ് എ പ്ലസ് വി പ്ലസ് ഒ എന്നുള്ള സ്ട്രക്ചർ ആണ്. അതായത് ഡു ഡെസിന്റെ യൂസേജ് പലപ്പോഴായിട്ട് നമ്മുടെ എക്സാമിന് നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ഇത് പ്രോപ്പർ ആയിട്ട് നമ്മൾ പഠിക്കണം, അല്ലാത്ത പക്ഷം നമുക്കത് കിട്ടൂല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഒരു സെന്റൻസിനകത്ത് ഓക്സിലറി വേർബ് വിസിബിൾ അല്ല എന്നാണെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക, 24 ഓക്സിലറി വേർബ്സിനുള്ളിൽ ഈ മൂന്നെണ്ണം അല്ലാത്ത, അതായത് ഡൂഡസ് ഡിഡ് അല്ലാത്ത ഈസേമ വാസ് വേറും ഹാവ് ഹാസ് ഹാഡും മേ മൈറ്റ് മസ്റ്റ് വില്ല് വുഡ് ഷോൾ ഷുഡ് ക്യാൻ കുഡ് നീഡ് എയർ ഓ ടു യൂസ് ടു, ഇതൊക്കെ വിസിബിൾ ആയിരിക്കും. ഒരു സെന്റൻസിനകത്ത് ഓക്സിലറി വേർബ് വിസിബിൾ അല്ല എന്നാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ സെന്റൻസിൽ യൂസ് ചെയ്തത് ഡുവോ ഡെസ്സോ ഡിഡോ ആണ്. ഓക്കെ, ഇനി അതിൽ ഡു ആണോ ഡെസ് ആണോ ഡിഡ് ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അത് മനസ്സിലാക്കാൻ ഇവിടെ സുഖമാണ്. എന്താ നമ്മൾ നോക്കുക, ആദ്യം ഡൂന്റെ യൂസേജ് നോക്കുക. അതായത് സബ്ജക്റ്റ് ആയി വരുന്നത്, സബ്ജക്റ്റ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടോ. ഒരു സെന്റൻസിന്റെ ആദ്യത്തിലാണ് സബ്ജക്റ്റ് വരിക. പ്രവൃത്തി ചെയ്യുന്നത് ആരാണോ അയാളെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുക. സബ്ജക്റ്റ് ആയി വരുന്നത് അയ്യോ യുവോ ബഹുവചനങ്ങളോ ആണെങ്കിൽ അവിടെ ചെയ്യുക എന്ന അർത്ഥത്തിൽ ഡു ആണ് ഉപയോഗിക്കുന്നത്. അതായത് ബഹുവചനാണ്, ഏകവചനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഏതോ യൂസ് ചെയ്യുക, ഡെസ് ആണ് യൂസ് ചെയ്യുക. അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെറിയൊരു എക്സാമ്പിൾസ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. ആദ്യത്തേത് ഐ ലവ് യു. ഐ ലവ് യു എന്നുള്ള ഈ ഒരു സെന്റൻസിനകത്ത് ആക്ച്വലി ഇവിടെ ഓക്സിലറി വേർബ് വിസിബിൾ അല്ല. ഐ എന്ന സബ്ജക്റ്റ്, ലവ് എന്ന വേർബ്, യു എന്ന ഒബ്ജക്റ്റ്. ആക്ച്വൽ ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഐ ഡു ലവ് യു എന്നതാണ്. ആക്ച്വലി ഇങ്ങനെയാണ് പറയേണ്ടത്, പക്ഷെ നമ്മൾ എന്താ പറയാറ്? ഐ ലവ് യു എന്നാണ്. അതുപോലെയാണ് യു പ്ലേ ക്രിക്കറ്റ്, നീ ക്രിക്കറ്റ് കളിക്കുന്നു. ആക്ച്വലി യു ഡു പ്ലേ ക്രിക്കറ്റ് എന്നാണ്. നമ്മൾ എന്താ പറയുക? യു പ്ലേ ക്രിക്കറ്റ് എന്നാണ്. Then children come here. Here the actual sentence is children do come here. അപ്പൊ ഈ ഒരു സംഗതിയാണ്. ഇത് ബഹുവചനാണ്, യു ആണ്, സബ്ജക്ട് ഐ ആണ്. ഇതിന്റെ കൂടെയൊക്കെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ചെയ്യുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഡു ആണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഹിയർ ദ യൂസേജ് ഓഫ് ഡസ്. ഡസ് മനസ്സിലാക്കാൻ സുഖമാണ്. സെന്റൻസിനകത്ത് വേർബിന്റെ കൂടെ യെസ് ഫോം ആണ് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ അത് ഡസിന്റെ എസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഒരുപാട് വെർബുകൾ ഉണ്ടല്ലോ. സ്ലീപ്പിന് പകരം സ്ലീപ്സ് എന്നാണെങ്കിൽ ഈ എസ് ഡസിന്റെ എസ് ആ. ജമ്പിന് പകരം ജംപ്സ് എന്നാണെങ്കിൽ ഈ എസ് ഡസിന്റെ എസ് ആ. ദെൻ റൈറ്റ് എന്ന വേർബിന് പകരം റൈറ്റ്സ് എന്നാണെങ്കിൽ ഈ എസ് ഡസിന്റെ എസ് ആ. ഡസ് ആണ് യൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സുഖല്ലേ? എന്തുണ്ടാവും? വേർബിന്റെ എസ് ഫോം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയാൽ കിട്ടൂലേ? വേർബിന്റെ കൂടെ എസ് വന്നിട്ടുണ്ടെങ്കിൽ ഡസ് ആണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് നേരെ ഡസ് ആണെന്നുള്ളത് മനസ്സിലാക്കാൻ നോക്കൂ. ഷീ ലവ്സ് യു. ആക്ച്വലി സെന്റൻസ് ഷീ ഡസ് ലവ് യു എന്നാ. അവൾ നിന്നെ സ്നേഹിക്കുന്നു. ഹി പ്ലേസ് ക്രിക്കറ്റ്. അവൻ ക്രിക്കറ്റ് കളിക്കുന്നു. ഹി ഡസ് പ്ലേ ക്രിക്കറ്റ് എന്നാണ് കറക്റ്റ് നമ്മൾ പറയാ. ഹി പ്ലേസ് ക്രിക്കറ്റ്. രാജേഷ് കംസ് ഹിയർ. രാജേഷ് ഇവിടെ വരുന്നു. ആക്ച്വൽ സെന്റൻസ് എന്താ? രാജേഷ് ഡസ് കം ഹിയർ എന്നാ. അപ്പൊ ഇവിടെ ഡു ഡസ് കൊണ്ട് എങ്ങനെ ഒരു പോസിറ്റീവ് സെന്റൻസ്, എങ്ങനെ ഒരു നെഗറ്റീവ് സെന്റൻസ്, എങ്ങനെ ഒരു ചോദ്യമാക്കി മാറ്റാം എന്നുള്ളത് നമ്മളിവിടെ പഠിക്കണം. ആദ്യത്തേത് ഐ കം ഫ്രം ദുബായ്. ആക്ച്വലി സെന്റൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസിലാ. ഞാൻ ദുബായിൽ നിന്നും വരുന്നു. ഐ ഡു കം ഫ്രം ദുബായ് എന്ന സെന്റൻസ്, അതിന്റെ നെഗറ്റീവ് ഐ ഡോണ്ട് കം ഫ്രം ദുബായ് എന്നാണ്. ഇനി ഞാൻ ദുബായിൽ നിന്നാണോ വരുന്നതെന്ന് ചോദിക്കാൻ ഡു ഐ കം ഫ്രം ദുബായ്. ദെൻ അല്ലേന്ന് ചോദിക്കാൻ ഡോണ്ട് ഐ കം ഫ്രം ദുബായ്. ഡസിന്റേതാണെങ്കിൽ ഷീ ലവ്സ് യു, അതിന്റെ നെഗറ്റീവ് ഷീ ഡസിൻ ലവ് യു. നീ അവൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കാൻ ഡസ് ഷീ ലവ് യു, ഡസിൻ ഷീ ലവ് യു. അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഗതിയും ചോദിക്കാം. ഡിഡിന്റേത് പിന്നെ നമ്മൾ പറഞ്ഞതാണ്, പ്രസന്റിന്റെയും പാസ്റ്റിന്റെയും കൂടെ ചെയ്തു, സിംഗുലറിന്റെയും പ്ലൂരലിന്റെയും കൂടെ ചെയ്തു എന്ന അർത്ഥത്തിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും? ഈ ഡിഡും യൂസ് ചെയ്യും. ഡിഡിൻ്റെത് നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഡു ആൻഡ് ഡസ്. ദിസ് ഇസ് എ സീരിയസ് കൺസേൺ. 10th വളരെയധികം ചോദിക്കുന്ന ഒരു 1 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് ഡു ഡസ്. ശരിക്കും പഠിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. അന്തം വിടുങ്ങനെ നിൽക്കില്ല. ഈ സംഗതി ഓർമ്മയിൽ വേണം. ഇത് കിട്ടണം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള സംഗതി, ബാക്കിയുള്ളതൊക്കെ സുഖ.
ഇത് മാത്രമേ ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഗതിയുള്ളൂ. ഡൂഡ് സ്റ്റേറ്റ് ഒരു സീരിയസ് കൺസേൺ ആണ്. പലയിടത്തും ഗ്രാമർ കുട്ടികൾക്ക് തെറ്റിപ്പോവാറുള്ളതും ഈ ഒരു ഏരിയയിലാണ്. ബാക്കിയുള്ള സംഗതികളൊക്കെ നമുക്ക് അവിടെ കിട്ടും. ഓക്കെ.